1920 മുമ്പ് കോട്ടയം വികാരിയത്ത് സ്ഥാപിതമായതിനു ശേഷം ആളുകൾ വ്യക്തിപരമായും കുടുംബത്തോടെയും കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു. കോട്ടയം അതിരൂപതയുടെ രേഖകൾ പ്രകാരം അന്ന് 1920 130 പേർ പുനരയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പുനരയിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വൈദികനും ഇല്ലാതിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ആളുകൾ പുനരയിക്കപ്പെടുമ്പോൾ അവർക്ക് അന്ത്യോക്യൻ ആരാധനക്രമം അന്ന് പാലിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുനരൈക്യത്തിന് അത് ഒരു വലിയ തടസ്സമായി മാറിയിരുന്നു. പുനരൈക്യത്തിന് അനുകൂലമായി അന്തരീക്ഷം രൂപപ്പെടുന്ന ആ കാലഘട്ടത്തിൽ 1916 ചിങ്ങവനത്ത് നടന്ന ഒരു യുവജന വാർഷിക സമ്മേളനത്തിൽ ചരിത്രപ്രധാനമായ ഒരു സംഭവം നടന്നു. ചിങ്ങവനം പുത്തമ്പള്ളി സെമിത്തേരിയിൽ ബഹുമാനപ്പെട്ട കരവട്ടത്ത് അച്ഛൻ്റെ പിതാവിൻ്റെ കല്ലറയ്ക്ക് സമീപം ചില വൈദികരും ആത്മായ പ്രമുഖരും ഒത്തുചേർന്നു. കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുന്നതിനെക്കുറിച്ച് അവർ കൂലങ്കുഷമായി ചിന്തിച്ചു. പുനരയിക്കപ്പെടുമ്പോൾ അന്ത്യോക്യൻ ആരാധനാക്രമം പാലിക്കാനുള്ള അനുമതി ലഭിക്കണം എന്നവർ ആഗ്രഹിച്ചു. അതിന് അവർ അഭിമന്യ ചൂളപ്പറമ്പ് പിതാവിൻ്റെ പിന്തുണയോടുകൂടെയുള്ള പരിശ്രമങ്ങൾ നടത്താൻ ആഗ്രഹിച്ചു. പിതാവ് അവർക്ക് ആവശ്യമായ പിന്തുണയും നൽകി. പുനരയിക്കപ്പെടുന്നവർ അന്ത്യോക്യൻ റീത്ത് പാലിക്കാനുള്ള അനുമതി നൽകുവാൻ അഭിമന്യ ചൂളപ്പറമ്പ് പിതാവ് റോമിലേക്ക് എഴുതി. 1920 മെയ് മാസം 5-ാം തീയതി ഇന്ത്യയിലെ അപ്പസ്തോലിക് ഡെലഗേറ്റ് ആയിരുന്ന ആർച്ച് ബിഷപ്പ് പിസാനിക്ക് അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് എഴുതിയ എഴുത്തിന് റോമിൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പിസാനി അറിയിച്ചിരുന്നു. പുനരയിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അന്ത്യോക്യൻ ആരാധനാക്രമം പാലിക്കണമെന്നുള്ള അനുവാദം കിട്ടാൻ ഇന്ത്യയിലെ സീറോ മലബാർ മെത്രാന്മാരുടെ സമിതി ഒന്നിച്ച് അപേക്ഷിക്കണമെന്ന് പിസാനി ചൂളപ്പറമ്പിൽ പിതാവിനെ ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം 1920 ചങ്ങനാശ്ശേരി അരമനയിൽ കൂടിയ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ സമിതി കോൺഫറൻസ് ഈ ആവശ്യത്തിനു വേണ്ടി റോമിലേക്ക് അപ്പസ്തോലിക് ഡെലഗേറ്റ് വഴി എഴുതുകയുണ്ടായി. 1920 ഡിസംബർ 4-ന് അഭിമന്യ മാർ ചൂളപ്പറമ്പിൽ പിതാവ് കടുത്തുരുത്തിയിൽ വെച്ച് അപ്പസ്തോലിക് ഡെലഗേറ്റ് ആയിരുന്ന പിസാനിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു യാക്കോബായ വൈദികൻ്റെ ഹർജി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുത്തയച്ചപ്പോൾ അതിന് മറുപടിയായി അന്ത്യോക്യൻ കത്തോലിക്ക വിഭാഗം ഉപയോഗിക്കുന്ന തിരുക്രമങ്ങളുടെ കോപ്പി ലഭ്യമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. തെക്കുംഭാഗ സഹോദരങ്ങളുടെ പുനരൈക്യം സാധ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചൂളപ്പറമ്പിൽ പിതാവ് സമർപ്പിച്ചത് ഈശോയുടെ തിരുഹൃദയത്തിനായിരുന്നു. മോൺസിഞ്ഞർ പിസാനി മാർ ചൂളപ്പറമ്പിൽ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പരിശ്രമത്തിനും താൻ അനുകൂലമായ സഹായം ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പ് നൽകി. ഒരിക്കൽ മാർ ചൂളപ്പറമ്പിൽ പിതാവ് വെളിയനാട് സെൻറ്റ് മൈക്കിൾസ് പള്ളി സന്ദർശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പൊലയങ്കാട്ടിൽ എന്ന 2 വൈദികരെ സമീപിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ അന്ത്യോക്യൻ റീത്ത് അനുഷ്ഠിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുമോ എന്ന് അന്വേഷിച്ചപ്പോൾ അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് അഭിമന്യ പിതാവ് പറയുകയുണ്ടായി. ഉചിതമായ മറുപടി കിട്ടിയില്ല എങ്കിൽ ഈ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി റോം വരെ യാത്ര ചെയ്യുന്നതിനും താൻ സന്നദ്ധനാണ് എന്ന ഉറപ്പ് കൊടുത്തു. യാക്കോബായ തെക്കുംഭാഗയുടെ മെത്രാനായ മാർ സെവേറിയസുമായി കോട്ടയം വലിയ പള്ളിയിൽ വെച്ച് മാർ ചൂളപ്പറമ്പിൽ പിതാവ് സന്ദർശനം നടത്തി. 1921 ഏപ്രിൽ അവർ ഒന്നിച്ച് റാന്നി വലിയ പള്ളി സന്ദർശിച്ചപ്പോൾ ഞങ്ങൾ ഇരുവരും കൂടെ ഒന്നിച്ച് നിങ്ങളെ ആശീർവദിക്കാൻ ദൈവം ഇടയാക്കുന്ന സുദിനത്തിനായി കാത്തിരിക്കുന്നുവെന്നാണ് അഭിമന്യ പിതാവ് പറഞ്ഞത്. ഏതായാലും നിരന്തരമായ അപേക്ഷകളുടെയൊക്കെ ഫലമായി പരിശുദ്ധ സിംഹാസനം ഇപ്രകാരം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരുന്ന യാക്കോബായ വൈദികർക്ക് അവരുടെ റീത്ത് നിലനിർത്താവുന്നതാണ്. എന്നാൽ അതിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സമഗ്രതയ്ക്ക് വിരുദ്ധമായതോ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നതോ ആയ യാതൊന്നും ഉണ്ടാകരുത്. 1921 ജൂലൈ മാസം 5-ന് ഈ ചരിത്രപ്രധാനമായ കൽപ്പനയ്ക്ക് ഒപ്പുവെച്ചു. ഇത് വലിയ സന്തോഷത്തിന് കാരണമായി. ഇതിൻ്റെ ഫലമായിട്ടാണ് അതേ വർഷം ഒക്ടോബർ 29-ന് ഫാദർ തോമസ് ഒറ്റത്തൈക്കലും ഡീക്കൻ നെടുഞ്ചിറയുമൊക്കെ അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ അടുക്കൽ വന്ന് വിശ്വാസ പ്രഖ്യാപനം നൽകി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് സ്വീകരിച്ചത്. ഇതേ അനുമതി ഉപയോഗിച്ചുകൊണ്ടാണ് 1930 മാർ ഇവാനിയോസും മാർ തിയോഫിലോസും മറ്റ് വ്യക്തികളും കൂടെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ 1921 ജൂലൈ മാസം 5-ലെ ചരിത്രപ്രധാനമായ ഈ തീരുമാനം വലിയ ഒരു സംഭവമായി കണക്കാക്കേണ്ടി വരും.